ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടര മാസം ബാക്കി നിൽക്കുന്നു. അതിനു മുൻപ് ഈ പ്രവചനവും സർവേയൊക്കെ എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യത നമുക്ക് കണ്ടെത്താൻ കഴിയും? കാരണം രാഷ്ട്രീയമാണ്. സംഭവവികാസങ്ങൾ മാറി മറിയാൻ മിനിറ്റുകൾ മതി. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതും മാറും. പലരുടെയും പ്രസ്താവന മതി. പ്രത്യേകിച്ച് ഏതെങ്കിലും സമുദായത്തെ പരാമർശിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ പോലും വോട്ട് മാറി മറിയുമെന്ന ഒരിക്കൽ ഓർക്കുന്നുണ്ടാകും. പാറശാല ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ VS അച്യുതാനന്ദൻ KK രമയുടെ വീട്ടിൽ പോയത്. അതിലൂടെ തന്നെ വലിയ ഒരു കുഴപ്പം പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ പല സംഭവവികാസങ്ങളും ഉണ്ടാകുമ്പോൾ വോട്ട് മാറി മറിയാം. ആ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള സർവേക്ക് എന്ത് പ്രസക്തി? സർവേകൾക്ക് പൊതുവെ പ്രസക്തി കുറവാണ്. അത് ശാസ്ത്രീയമായി എടുക്കുന്ന എക്സിറ്റ് പോളുകളിൽ കൃത്യതയുടെ നിലവാരം കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പ്രീ പോൾ സർവേ, അതും ലിമിറ്റഡ് നമ്പർ ഓഫ് സാമ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ട് നടത്തുന്ന സർവേ, അതും ഈ ചാരുകസേരയിൽ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കി ചില നിഗമനങ്ങളിൽ എത്തുന്നതാണ് ആം ചെയർ ജേർണലിസം, അല്ലേ? ചാരുകസേര ജേർണലിസം ഇതൊക്കെ സർവേ എന്ന രൂപത്തിൽ പടച്ചു വിടുകയാണ്. സംസ്ഥാനത്തിന് പുറത്തിരുന്നുകൊണ്ട് ഈ അടുത്ത സമയത്ത് NDTVയുടെ ഒരു സർവേ കേരളത്തെക്കുറിച്ച് ഉണ്ടായി. കേരളത്തിൻ്റെ ഏതാനും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പ്രൊജക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് സർവേ നടത്തുന്നു, പാർട്ടികളെക്കുറിച്ച് മുന്നണികളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നു. അങ്ങനെയുള്ള സർവേകൾക്ക് ആധികാരികത കൽപ്പിക്കാൻ ഒക്കില്ല. പക്ഷേ എപ്പോഴും നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സർട്ടൻ പ്രിമൈസ് അല്ലെങ്കിൽ പാരഡൈം അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തീസിസ്. സർവേ നൽകുന്ന സൂചന ഇതാണ്. വ്യാജ സർവേ ആകാം, റിയൽ സർവേ ആകാം. അതിൽ നിന്നുകൊണ്ടാണ് യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് വരാൻ പലപ്പോഴും സാധിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ അല്ലാതെ സർവേയുടെ നിഗമനങ്ങൾ ശരി ആയിക്കൊള്ളുന്നില്ല. ഉദാഹരണത്തിന്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താങ്കൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നൊരു ചോദ്യം, ഒറ്റ കൊട്ടത്തവരുടെ ചോദ്യമാണ്. അതിൽ നിന്ന് നിഗമനങ്ങൾ എത്താനാകുമോ എന്നതാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി 3 പേരുകൾ കൊടുത്തു. 1 VD സതീശൻ എന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, 2 ശശി തരൂർ എന്ന വിശ്വപൗരൻ, 3 ഈ കേന്ദ്രത്തിൽ പിടിപാടുള്ള KC വേണുഗോപാൽ. രമേശ് ചെന്നിത്തലയുടെ പേര് ആ സർവേയിൽ ഇല്ല. അതെ, കൊടുക്കുന്ന സർവേ അനുസരിച്ചല്ലേ, കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ്. അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ടിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് അനുഭാവി എവിടെ ടിക്ക് ചെയ്യും എന്ന ചോദ്യമാണ്. അതുപോലെ ഈ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിക്കുന്ന ഓരോ മുന്നണിക്കും ലഭിക്കുന്ന വോട്ട് ശതമാനത്തെക്കുറിച്ച് UDFന് 32 വോട്ട്, 32.78%, അങ്ങ് കൃത്യമായിട്ടങ്ങ് പറയുകയാണ്. LDFന് 29.9. ഇങ്ങനെ 2-3% വ്യത്യാസം. ദിസ് ഇസ് എനിബഡീസ് ഗസ്, ദിസ് ഇസ് ജസ്റ്റ് ഗസ് വർക്ക്. BJPക്ക് ഏതാണ്ട് 19.8%. അപ്പം എന്നിട്ട് രാജീവ് ചന്ദ്രശേഖരനെയും കൂട്ടത്തിലുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക്. തീർച്ചയാണ് BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ്. 14.7% ആളുകൾ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി മുഖ്യമന്ത്രി സ്ഥാനത്തെ കൽപ്പിക്കുന്നു. ഇതിൽ നിന്നൊക്കെ എന്ത് നിഗമനങ്ങളിലാണ് എത്താൻ കഴിയുക? അതുകൊണ്ട് ഇവിടെ വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആളുകളെ വഴിതെറ്റിക്കുക എന്നത് മാത്രമല്ല, ഒരു ഹൈപ്പ് ജനറേറ്റ് ചെയ്യുക എന്നതിന് അതീതമായി സർവേയിൽ ഇലക്ഷൻ്റെ തലേന്ന് നടക്കുന്ന സർവേക്ക് പോലും പ്രാധാന്യമില്ല എന്നേ എനിക്ക് പറയാനൊക്കൂ. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് ചെയ്ത് ഇറങ്ങുന്ന ആളുകളുടെ സമീപം ചെന്ന് ശാസ്ത്രീയമായ ചോദ്യാവലിയുടെ സഹായത്തോടു കൂടി ചോദിച്ചു കഴിഞ്ഞു. കൃത്യമായി നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ബൗദ്ധിക കേരളം ഒരിക്കലും പ്രതികരിക്കില്ല, ഒരിക്കലും തെളിച്ച് പറയില്ല. പക്ഷേ അവരുടെ വോട്ടിംഗ് ഇൻറ്റൻഷൻ, വോട്ട് ചെയ്തിരിക്കാൻ സാധ്യത, അവരെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങൾ, വൈകാരികമായ ചില വിഷയങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പ്രതികരണം, ഇതെല്ലാം വെച്ചുകൊണ്ട് ശാസ്ത്രീയമായി എക്സിറ്റ് പോളുകളിൽ കുറേയൊക്കെ ശാസ്ത്രീയ അടിത്തറ കാണാം. എങ്കിലും പരമ്പരാഗതമായി കേന്ദ്രത്തിൽ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെ പാളുന്നത് ചരിത്രത്തിൽ പല ആവർത്തി നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഈ കണ്ടെത്തലുകൾ, അതായത് മുന്നണിയുടെ സാധ്യത പോലും പറയുന്നുണ്ട്. UDFന് പറയുന്നത് 32.7% പറയുന്നത്. BJPക്ക് 19.8% പറയുമ്പോൾ UDFന് ഇത്രയും സാധ്യത എടുത്തു പറയുന്ന സാഹചര്യത്തിൽ അവർക്കൊരങ്കലാപ്പില്ലേ? BJP ഇത്രയും 19.8 നിൽക്കുമ്പോൾ. BJP 19.8 എന്നല്ല, 25% എത്തിയാലും അങ്കലാപ്പുണ്ടാകുന്നത് എപ്പോഴാണ്?
നിയോജക മണ്ഡലം അനുസരിച്ച് ഒരു 35-40% വോട്ടിലേക്ക് BJP ഏതെങ്കിലും മണ്ഡലത്തിൽ വന്നാൽ അവിടെ വിജയം തീരുമാനിക്കും. അവിടെ BJPക്ക് വിജയം ഉണ്ടാകാം. ഒരു ത്രികോണ മത്സരത്തിൽ 40% വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിക്ക്, ഒരു മുന്നണിക്ക് വിജയിച്ചു വരാമെന്നതാണ് കണക്ക്. അപ്പോൾ ഇവിടെ ഈ 19% വോട്ട് ഈക്വലി സ്പ്രെഡ് ചെയ്ത് പോകുന്നു എന്ന് കരുതുക, ഒരു സീറ്റും ലഭിക്കില്ല. അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ ഏതാനും മണ്ഡലങ്ങൾ, കാസർഗോഡ്, മഞ്ചേശ്വരം മേഖലകൾ, ഒരുപക്ഷെ തൃശ്ശൂർ, ആലപ്പുഴ ജില്ലയിലെ 1-2 മണ്ഡലങ്ങൾ, ഇവിടൊക്കെ കേന്ദ്രീകരിച്ച് ഈ 19% വിന്യസിച്ചാൽ ചില എ ക്ലാസ് BJP പ്രതീക്ഷിക്കുന്ന A+ ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയാണെങ്കിൽ അവിടെ വിജയം സാധിക്കും. ഇവിടെ എത്ര ശതമാനം വോട്ട് നേടി എന്നതല്ല പ്രധാനം, എത്ര സീറ്റുകളിൽ ജയിച്ചു വന്നു എന്നതാണ്. ഇപ്പോൾ വോട്ട് ഷെയറിനെ കൃത്യമായി ഒരു ത്രികോണ മത്സരത്തിൽ സീറ്റുകളായി പ്രൊജക്റ്റ് ചെയ്യാൻ കേരളത്തിൽ ആവില്ല. കാരണം BJP ചില മേഖലകളിൽ ശക്തമാണ്, അതേസമയം ചില മേഖലകളിൽ ഇപ്പോഴും വളരെ ദുർബലമാണ്. അത് യാഥാർത്ഥ്യമാണ്. നമ്മളൊരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അനലൈസ് ചെയ്യുമ്പോൾ BJPയുടെ സാധ്യത എന്ന് പറയുന്നത് ഏതാനും മണ്ഡലങ്ങൾ BJP 30,000-ൽ കൂടുതൽ വോട്ടുകൾ നേടിയ നിയമസഭാ സെഗ്മെന്റുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമനുസരിച്ചും തദ്ദേശമനുസരിച്ചും ആ 30,000 വോട്ടൊരു നിർണായക ത്രഷ് ഹോൾഡാണ്. അവിടെ നിന്നും അഡീഷണലായി സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട്, ഉദാഹരണത്തിന് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് മാത്രമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ 3 ലക്ഷത്തോളം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2024 BJPക്ക് ലഭിച്ചത്. മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ അവിടെ ആ വോട്ട് ഷെയർ ലഭിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കും ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും നിയമസഭാ സെഗ്മെന്റിൽ, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ, അവരുടെ സ്വന്തം മാതൃജില്ലയിൽ മത്സരിച്ചേക്കാം. അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ മികവുണ്ട്. അതുകൊണ്ട് BJP രംഗത്തിറക്കുന്ന ഏതാനും സ്റ്റാർ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ ഈ അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു പോയി 19.8% എന്നാണോ? അങ്ങനെ പോകും. ഈ സർവേ ആ രീതിയിൽ തിരിച്ച് പറയുന്നില്ലല്ലോ. അങ്ങനെ പറയുന്നില്ല. ഈ സർവേ നമ്മൾ BJPയുടെ കാര്യം ചിലയിടത്ത് നോക്കുമ്പോഴേ ഇപ്പൊ ദുർബലമാണ് ചിലയിടങ്ങളിൽ. ഇപ്പൊ മലപ്പുറം പോലുള്ള ഭാഗത്ത് നമുക്കറിയാം, ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ദുർബലമാണ്. അപ്പം രാജേന്ദ്രനൊക്കെ ഇപ്പം BJPയിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം ചില ഭാഗത്ത്. അത് തോട്ടം തൊഴിലാളി മേഖലയിൽ, തമിഴ് സംസാരിക്കുന്ന മേഖലയിലൊക്കെ. പക്ഷെ അതൊന്നും നിർണായകമായ മാറ്റങ്ങളല്ല. തൃശ്ശൂർ എന്ന് പറയുന്നത് സുരേഷ് ഗോപി പ്രഭാവത്തിൽ വന്ന ഒരു വലിയ ഒരു കുതിച്ചുചാട്ടമാണ്. അത് വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ആവർത്തിക്കാൻ BJP കഴിഞ്ഞില്ല എന്ന് ഓർക്കണം. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്ത് പക്ഷെ അവർക്ക് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ 1984 മുതൽ തന്നെ BJPക്ക്, ഞാൻ ഓർക്കുന്നു, കേരളവർമ്മ രാജ മത്സരിച്ച അത് അന്ന് BJPയുടെ ആദ്യകാലമാണ്, ഹിന്ദു മുന്നണി എന്ന രൂപത്തിൽ. ആ സമയം മുതൽ തന്നെ BJPക്ക് അടിസ്ഥാനപരമായി തിരുവനന്തപുരത്ത് വോട്ടുണ്ട്. അപ്പോൾ ആ വോട്ട് ക്രമാനുഗതമായി ജൈവികമായി വളർച്ച രേഖപ്പെടുത്തി. അല്ലാതെ ഒരു നിമിഷം കോർപ്പറേഷൻ BJP പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പെട്ടെന്ന് BJP വളർന്നു എന്ന് അർത്ഥമില്ല. പക്ഷേ മറ്റ് ജില്ലകളിൽ അതല്ല സാഹചര്യം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ കോൺസെൻട്രേഷനുള്ള, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ. അതേസമയം അർബൻ മെട്രോപൊളിറ്റൻ മേഖലകളിൽ, കോഴിക്കോട് നഗരസഭയിൽ, കോർപ്പറേഷനിൽ 14 വാർഡുകളാണ്, ഡിവിഷനുകളാണ് BJP പിടിച്ചത്. അതൊരു വലിയ നേട്ടമായിരുന്നു, വൻപൻ നേട്ടമാണ്. കൊല്ലത്തെ സാധാരണ വലിയൊരു പ്രഭാവമൊന്നും BJPക്ക് കൊല്ലം നഗരത്തിൽ ഉണ്ടാവേണ്ടതല്ല. അവിടെയും 12 ഡിവിഷനുകൾ BJPക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഭരണത്തിലൊന്നും എത്തിയില്ല. കിടക്കുന്ന ചാത്തന്നൂർ മണ്ഡലം BJPയുടെ ശക്തി കേന്ദ്രമായി മാറുന്നു. 2ാം സ്ഥാനത്താണ് പല പ്രാവശ്യവും. അപ്പോൾ ഇങ്ങനെ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത്, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിൽ 19 ഇടങ്ങളിൽ ഒന്നുകിൽ 1ാം സ്ഥാനത്താണ്, അല്ലെങ്കിൽ 2ാം സ്ഥാനത്താണ്. അത് ലോക്സഭയുടെ കണക്കാണ്. അത് കൃത്യമായി നിയമസഭയിൽ ആവർത്തിച്ചു കൊള്ളണമെന്നില്ല. എങ്കിലും 11 നിയമസഭാ സെഗ്മെന്റുകളിൽ BJP 1ാം കക്ഷിയാണ്. അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുമാണ് കൂടുതൽ മണ്ഡലങ്ങൾ. പിന്നെ മറ്റ് ഇടങ്ങളിലുമുണ്ട്. ഇതെല്ലാം തന്നെ നിയമസഭയിൽ ആവർത്തിച്ചു കൊള്ളണമെന്നില്ല. കാരണം BJP കേരളത്തിൽ ഭരണത്തിലെത്താൻ പോകുന്ന കക്ഷിയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലെത്താൻ പോകുന്ന കക്ഷിയാണെന്ന് ആരും തന്നെ കരുതുന്നില്ല. പക്ഷെ ഭാവിയിലേക്ക് ഒരു നിക്ഷേപം എന്ന നിലയിൽ വലിയ തോതിൽ ആളുകൾ BJPയിലേക്ക് തിരിയാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ പ്രസ്താവനകൾക്ക് എങ്ങനെയാണ് ഇടതുപക്ഷത്തെ ബാധിക്കുന്നതെന്നറിയില്ല, നിഷ്പക്ഷ വോട്ടുകളെ ബാധിക്കുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഇടതുപക്ഷത്തിലേക്ക് പോകുന്നുവെന്ന പ്രതീതി ജനിക്കുകയും ചില സെലക്ട് മണ്ഡലങ്ങളിൽ ഈ ഇഫക്റ്റ് BJPക്ക് അനുകൂലമായി വരികയും ചെയ്യുക എന്നത് അസ്വാഭാവികമായ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഈ ഫാക്ടേഴ്സൊക്കെ പ്രൊജക്റ്റ് ചെയ്യാതെ ഒരു തെരഞ്ഞെടുപ്പ് സർവേ എന്നൊക്കെ പറഞ്ഞ് കുറെ നമ്പറുകൾ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, കുറെ ആളുകളുടെ പേരുകൾ സർവേ ഫലം തെറ്റും എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ടു പ്രിമച്വർ.
ഒരു സർവേ എടുക്കാവുന്ന ഒരു അന്തരീക്ഷമല്ല. ഇപ്പോൾ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന, ഗ്രൗണ്ട് പഠിക്കുന്ന ഒരു സമയമാണ്. ഗ്രൗണ്ട് പൂർണ്ണമായി സെറ്റായിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിട്ടില്ല. മുന്നണിക്കകത്തെ വെച്ചുമാറ്റലുകൾ, ഘടകകക്ഷികളുമായ ചർച്ചകൾ പോലും പൂർത്തിയാകാത്ത ഈ സ്റ്റേജിൽ കൃത്യമായ ഇത്ര സീറ്റുകൾ എന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത് മൗഢ്യമാണ്. പരമാവധി ചെയ്യാൻ സാധിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിൽ ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലത്തിൽ ഏത് പാർട്ടിക്ക് മേൽക്കൈ, അതനുസരിച്ച് ഒരു കണക്കുകൾ ഉണ്ടാക്കി അതിൽ നിന്നും മുന്നോട്ട് പോവുക എന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നത് അത്ര ബുദ്ധിയായിരിക്കില്ല എന്നാണ് എൻ്റെ പക്ഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.